എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മിഥുനക്കൂറ് മകേരത്തിലെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിലെ ആദ്യത്തെ 3 പാദം. മിഥുനക്കൂറുകാർ പൊതുവെ ആശയവിനിമയ ശേഷി ധാരാളം ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ മധ്യസ്ഥം വഹിക്കാൻ 2 പേരെ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള സംരംഭങ്ങളിൽ വിജയിക്കാൻ ഇവർക്ക് വളരെയധികം സാധിക്കും. ബുദ്ധിപരമായി വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്നവരായിരിക്കും മിഥുനക്കൂറുകാർ. നൃത്തം, സംഗീതം മുതലായവയിൽ താല്പര്യമുണ്ടാവുക, കൂടുതൽ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ കാണാനുള്ള കഴിവുകൾ, ഗണിതം അല്ലെങ്കിൽ സാമ്പത്തികമായ മേഖലകളിൽ വളരെയധികം ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുക, ഇതൊക്കെ മിഥുനക്കൂറിന്റെ പ്രത്യേകതകളാണ്. മിഥുനക്കൂർ എപ്പോഴും കൂടിച്ചേർന്നിട്ടുള്ള വ്യാപാര സംരംഭങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കൂടിച്ചേർന്നിട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം മിഥുനക്കൂറുകാർക്ക് എപ്പോഴും നല്ല അനുഭവങ്ങൾ നൽകുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഇവർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായി കാണാറുണ്ട്. പൊതുവെ മിഥുനക്കാർക്ക് 2026 2-ൽ വ്യാഴവും 10-ൽ ശനിയും രാഹുവും നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. ഈ കാലഘട്ടം പൊതുവെ മിഥുനക്കൂറുകാർക്ക് സാമ്പത്തികമായി കുറെ ആശ്വാസം നൽകുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ഉണ്ടാവുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും തൻ്റെ വാക്കിന് ഒരു പുതിയ മാനമുണ്ടാവുകയും പുതിയ സുഹൃത്ബന്ധങ്ങളിലൂടെ പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കാൻ കഴിയുകയും ഉണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയും എന്നാൽ വാഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ഗൃഹസംബന്ധമായ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും കാൽപാദം, കാല് മുതലായ അംഗങ്ങളിൽ ധാരാളം അസ്വസ്ഥതകൾ ഉണ്ടായിത്തീരുക, അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ വേഗതയിൽ സഞ്ചരിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിത്തീരുക, ഇതൊക്കെ മിഥുനക്കൂറുകാർക്ക് 2026 അനുഭവപ്പെടാവുന്നതാണ്. കൂടുതൽ നല്ല ഫലങ്ങൾക്കായി മിഥുനക്കൂറുകാർ വിഷ്ണു ഭജനം ചെയ്യുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, സഹസ്രനാമം മുതലായത് ജപിക്കുക, അതോടൊപ്പം തന്നെ ദേശത്തെ ദേവീക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക, ഇതൊക്കെ ഈ ദോഷഫലങ്ങൾ കുറച്ച് കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. അതാണ് മിഥുനക്കൂറിന്റെ 2026 ഫലം.